ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സ്റ്റേജ് 3-ലെ 20 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അയ്യങ്കാളി ജനിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ സി 1863 ഓഗസ്റ്റ് 28. 1863 ആഗസ്റ്റ് 28-ന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളി 1905 വെങ്ങാനൂരിലെ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അതുപോലെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ 1914. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരെന്ന് ചോദിച്ചാലും അതും അയ്യങ്കാളിയാണ്. തുടർച്ചയായിട്ട് 28 വർഷം അദ്ദേഹം അംഗമായിരുന്നു. അതുപോലെ 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 1893 വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. 1915 അയ്യങ്കാളി നടത്തിയ സമരമാണ് 90-ാം ആണ്ട് ലഹള. ഈ 90-ാം ആണ്ട് ലഹളയെ പുലയ ലഹള എന്നും ഊരുട്ടമല ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കല്ലുമാല സമരം നടത്തിയ നേതാവ്. കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. കല്ലുമാല സമരം നടത്തിയത് 1915-ലാണ്. ഈ കല്ലുമാല സമരത്തിന് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഊരുട്ടമ്പലം സ്കൂളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രവേശനം നൽകിയിരുന്നു. അതിൻ്റെ പേരിൽ ആ സ്കൂളിനെ കത്തിക്കുകയൊക്കെ ചെയ്തു. ആ പെൺകുട്ടിയുടെ പേരാണ് പഞ്ചമി. അതുപോലെ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് 1938 പുലയ മഹാസഭ എന്നാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യങ്കാളി അന്തരിച്ചത് 1941 ജൂൺ 18-നാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം വെങ്ങാനൂരിലാണ്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് പഞ്ചജന്യം എന്നാണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ്. ഇതിൻ്റെ ശില്പി ഇസ്ര ഡേവിഡ് ആയിരുന്നു. അതുപോലെ തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010-ആണ്. പുലയരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് 1937 ഗാന്ധിജിയുടെ 5ാമത്തെ സന്ദർശന വേളയിൽ. അതുപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ വൈക്കം. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. ഇത് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തൊരു സംഘടനയായിരുന്നു സ്വാഭിമാന പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ. VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമി എന്നിവർ കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ്. എന്നാൽ മഹാദേവ് ഗോവിന്ദ റാനഡെ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇന്ത്യയിലെ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 1884 GG അഗാർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്നിട്ട് പൂനെയിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ KM പണിക്കർ. 1920
നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങിയത്. അദ്ദേഹം 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു മരണപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. അതിനുശേഷമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ വരുന്നത്. അപ്പോൾ 1953 തന്നെയാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത്. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അതിലെ മറ്റംഗങ്ങളായിരുന്നു HN കുൻസ്രുവും മലയാളിയായ KM പണിക്കരും. കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1956 അപ്രകാരം ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ഇന്ന് നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. അതുപോലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതല ഉണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് മലയാളിയായ VP മേനോൻ ഉണ്ടായിരുന്നു. പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ തയ്യാറാക്കുകയും അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജൂനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടികളിലൂടെയൊക്കെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. എന്നാൽ ഫ്രാൻസിൻ്റെ കൈകളിലുണ്ടായിരുന്ന അധീന പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചത് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ്. പോർച്ചുഗലിൻ്റെ കൈകളിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചത് സൈനിക നടപടിയിലൂടെയാണ്. ഫ്രാൻസിൻ്റെ കൈകളിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം, വെസ്റ്റ് ബംഗാളിലുള്ള ചന്ദ്രനഗർ എന്നിവ. ഇവ 1954 ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. അതുപോലെ പോർച്ചുഗീസിൻ്റെ കൈകളിലുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ആയിരുന്നു ഗോവ, ദാമൻ, ദിയു. ഇത് 1961 ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിനാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിജിയുടെ സമരങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം എന്ത് ചെയ്തു? ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി, വടകര. 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി, അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. 1898 അദ്ദേഹം കേരളത്തിലെ ബ്രഹ്മസമാജം പ്രചരിപ്പിച്ചത്. റാഹു സാഹബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും അയ്യത്താൻ ഗോപാലനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ആൻസർ ഓപ്ഷൻ ഡി, മലയാളി മെമ്മോറിയൽ.
തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആശയത്തോടെ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. ഇതിൽ ഫസ്റ്റ് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനായിരുന്നു. സെക്കൻഡ് ഒപ്പുവെച്ച വ്യക്തി GP പിള്ള തന്നെയായിരുന്നു. തേർഡ് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവും. മൊത്തം ഇതിൽ 10,028 പേര് ഒപ്പുവെച്ചിരുന്നു. ഇത് എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. ഇതിന് നിയമ ഉപദേശം നൽകിയത് ബ്രിട്ടീഷുകാരനായ എഡ്ലി നോർട്ടൺ ആയിരുന്നു. ഇതിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ളയാണ്. ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു T രാമറാവു. തിരുവിതാംകൂറിലെ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടതാണ് ഈഴവ മെമ്മോറിയൽ. ഇതും സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. സമർപ്പിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1896 സെപ്റ്റംബർ 3 ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ആ സമയത്ത് തിരുവിതാംകൂറിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. 13,176 ആളുകളാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. 1932 തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാക്കളായിരുന്നു C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം ഓർക്കുക. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സമരം. ഗുരുവായൂർ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന AKG ആണ്. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറിയും നേതാവുമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനെതിരെയുമായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രമേയം പാസാക്കിയ സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് JM ഗുപ്തയാണ്. സത്യാഗ്രഹത്തിന്റെ ക്യാമ്പയിൻ ക്യാപ്റ്റനായിരുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പനെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് EMS ആണ്. സത്യാഗ്രഹത്തെ തുടർന്ന് 1932 സെപ്റ്റംബർ 21 K കേളപ്പൻ നിരാഹാരം ആരംഭിച്ചു. ഗാന്ധിജി ഇടപെട്ട് 1932 ഒക്ടോബർ 2 K കേളപ്പൻ നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതയായിരുന്നു ആര്യം പള്ളം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടത്തിയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, P കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ എന്നിവര്. സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ C ഷൺമുഖം ചെട്ടി. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമായി. E ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇത് SCRT ഫാക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. ഏത്? ആൻസർ ഓപ്ഷൻ B അഗസ്തീശ്വരം. തിരുക്കൊച്ചിയിൽ നിന്നും 5 താലൂക്കുകളാണ് മദ്രാസ് സംസ്ഥാനത്തിന് നൽകിയെന്നാണ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്.
അവ വിളവൻകോട്, കൽക്കുളം, തൊവാലൈ, അഗസ്തേശ്വരം, ചെങ്കോട്ട എന്നീ 5 താലൂക്കുകളാണ് 1956 മദ്രാസ് സ്റ്റേറ്റിന് നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, നിശാന്തത. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലാണ്. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. അതിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലാണ് പതിക്കുന്നത്. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് ഇതിന്റെ കാരണം. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ രോഗത്തിന് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. നേത്രാവരണത്തിനുണ്ടാവുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവർ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. ഇതിന് വേറൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്, ഡാൾട്ടണിസം. നിശാന്തതയ്ക്ക് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതാണ് തിമിരം എന്ന് പറയുന്നത്. ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവവും കണ്ണ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹീമോഫീലിയ. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതമൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഹണ്ടിങ്ടൺസ് രോഗം എന്നിവ പാരമ്പര്യ ജനിതക രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി, റേച്ചൽ കേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമേത്? ആൻസർ ഓപ്ഷൻ എ, പെരിയാർ. ഇരവികുളവും സൈലന്റ് വാലിയും നാഷണൽ പാർക്കുകളാണ്. നീലഗിരി ബയോസ്ഫിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഇനാമൽ. പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി. ജനിച്ച ശേഷം ആദ്യം മുളക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. അത് 20 എണ്ണാണുള്ളത്. പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം മുളക്കുന്ന പല്ലുകളെ വിവേകദന്തങ്ങൾ എന്നറിയാം. അത് 4 എണ്ണാണ്. സ്ഥിരദന്തങ്ങൾ 32 എണ്ണമാണ്. 4 തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യനുള്ളത്. ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, ചർവണകം 12 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം. അങ്ങനെ 32 പല്ലുകളാണ് മൊത്തമായിട്ടുള്ളത്. ആഹാരപദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഉളിപ്പല്ലുകളാണ്. കടിച്ച് കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലുകളാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ചർവണകവും അഗ്രചർവണകവുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിന്റെ ഇനാമലാണ്. പല്ലിനുള്ളിൽ രക്തക്കുഴലുകളും നാഡീദന്തുക്കളും കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പല്ല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈന്. ഇനാമൽ എന്ന് പറഞ്ഞാൽ നിർജീവമാണ്. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിന്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്.
ശരീരത്തിലെ രാസപരീക്ഷണശാല, ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന അവയവം, ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം, ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കരളിനെയാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവവും കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്നതും കരളിൽ വെച്ചാണ്. അമിതമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. കരളിൽ നിർമ്മിക്കുന്ന വിഷവസ്തുവാണ് അമോണിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നാണ് യൂറിയ ഉണ്ടാവുന്നത്. ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്നത് കരളാണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ആൻസർ ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തമാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും ഒരേ താപനില നിലനിർത്തുന്നതിന് സഹായിക്കുന്നതും രക്തം തന്നെയാണ്. രക്തത്തിലെ രക്തകോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തത്തിലെ രക്തകോശങ്ങളാണ് അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണുള്ളത്. 1 ന്യൂട്രോഫിൽ, ബേസോഫിൽ, 3 ഈസനോഫിൽ, 4 മോണോസൈറ്റ്, 5 ലിംഫോസൈറ്റ്. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന വെളുത്ത രക്തകോശമാണ് ലിംഫോസൈറ്റ്. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. തൈമസ് ഗ്രന്ഥിയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡി നിർമ്മാണത്തിലൂടെ രോഗപ്രതിരോധം തടയുന്നു. വൈറസ് ബാധിത കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്തകോശമാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർവകലാശാല വികസിപ്പിച്ച പാവലിൻ്റെ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, പ്രിയങ്ക. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി, 2023. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ സി, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. ആന, തിമിംഗലം, ജിറാഫ് ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോഴും പുറത്തു വരുന്ന ശബ്ദവും ഇൻഫ്രാസോണിക് ആണ്. എന്നാൽ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങൾ അൾട്രാസോണിക് ആണ്. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്ത്രാവയവങ്ങളുടെ സ്കാനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് ആണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിനും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസോണിക് തരംഗം ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവി വവ്വാലാണ്. സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ എടുക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാറ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക് ശബ്ദതരംഗം. ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോലൊക്കേഷൻ ആണ്.